ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ ആണ് കാണിക്കുന്നത്. രാവിലെ തന്നെ ഞാൻ റെഡി ആവുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു സമയം 7:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുളിച്ച് റെഡിയായി. ഇന്ന് നമുക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു ചോറൂണുണ്ട്. അപ്പോൾ അതിന് പോയതിന് ശേഷം പിന്നെ കുറച്ച് പേഴ്സണൽ വേറെ കാര്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ രാവിലെ അങ്ങനെ എല്ലാത്തിനും കൂടെ കണക്കാക്കി ഒന്ന് റെഡിയായി. അപ്പോൾ ഈ കഫ്താൻ ഞാൻ ഇഹാ ഡിസൈൻസിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം കുറേ പ്രാവശ്യം യൂസ് ചെയ്ത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് വരുന്നത്. ഭയങ്കര കംഫർട്ടബിളാണ് കഫ്താൻ ആയതുകൊണ്ട് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത്യാവശ്യം ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോഴത്തേനും ഞാൻ അങ്ങനത്തെയാണ് കൂടുതലും വെയർ ചെയ്യുന്നത്. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ പരിപാടി? എല്ലാം റെഡിയായി ലാസ്റ്റ് മിനിറ്റിൽ ഇറങ്ങുന്ന നേരമായിരിക്കും ഓർക്കുന്നത് നെയിൽ പോളിഷ് അടിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഉള്ള നെയിൽ പോളിഷൊക്കെ ഫെയ്ഡായി ഒരു വൃത്തി ഇല്ലാണ്ടിരിക്കുമായിരിക്കും. ഞാനപ്പോൾ കൂടുതൽ നെയിൽ പോളിഷൊക്കെ അടിക്കുന്നത് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം തലേന്നെല്ലാം ചെയ്തൊക്കെ വെക്കും. അല്ലെങ്കിൽ രാവിലെ പോകുന്ന സമയമാകുമ്പോഴത്തേനും നേരത്തെ റെഡി ആയിട്ട് അപ്പോൾ നെയിൽ പോളിഷ് അടിക്കും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി നെയിൽ പോളിഷ് അടിച്ചത് കയ്യിലുണ്ടായിരുന്നു, പക്ഷേ അത് കുറേയൊക്കെ പൊളിഞ്ഞു പോകുന്നായിരുന്നു. പിന്നെ രാവിലെ റിമൂവർ വെച്ച് അത് ഫുള്ള് റിമൂവ് ചെയ്യാനുള്ള മടി കൊണ്ടിട്ട് അതിൻ്റെ മേലെ കൂടെ ഞാൻ അടിച്ചേ. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പർപ്പിളിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ NYBയുടെ ഒരു നെയിൽ പോളിഷ് വാങ്ങിച്ചായിരുന്നു. അത്യാവശ്യം നല്ലതാണ്, ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട്. ഞാൻ പൊതുവെ ഇങ്ങനത്തെ ന്യൂഡ് ഷെയ്ഡ്സാണ് കൂടുതലും നെയിലൊക്കെ അടിക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ അതിൻ്റെ പൊക്കത്തോടെ മടി പിടിച്ചുള്ള നെയിൽ പോളിഷൊക്കെ അടിച്ച് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എലഗൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. നമ്മുടെ ഒരു ഓൺലൈൻ സ്റ്റോറാണ്. അതിലെ ഒരു പ്രോഡക്റ്റാണ് ഇത്. അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് ആണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് എല്ലാം ക്ലിയർ ചെയ്ത് കേട്ടോ. ഇത് ലാസ്റ്റ് ഒറ്റ പീസ് ഉള്ളായിരുന്നു, അതപ്പോൾ ഞാൻ എടുത്തു. ഇതിങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ ആ രണ്ട് ഹാർട്ടും ഇങ്ങനെ അടുത്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി ചോറൂണൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ക്ഷേത്രത്തിനകത്തൊന്നും നമുക്ക് വീഡിയോ അലൗഡ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വീഡിയോ എടുക്കുന്നത് മോശമാണല്ലോ. അങ്ങനെ അന്നപൂർണ്ണയെ കയറി നമ്മളൊരു മസാല ദോശയൊക്കെ കഴിച്ചു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇന്ന് ഹെയർ ബോട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയത്. അങ്ങനെ നാച്ചുറൽസിലാണ് പോയത്. ഇവിടെ ബാലരാമപുരത്തുള്ള നാച്ചുറൽസിനാണ് പോയത്. സർവീസ് അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. എല്ലാ പ്രാവശ്യത്തും അവിടെ ചെല്ലുമ്പോഴത്തെ സർവീസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ ബോട്ടോക്സ് ചെയ്യാൻ നിന്നപ്പോൾ അത്യാവശ്യം അവരുടെ ആ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഫുള്ള് ഹെയർ വാഷ് ചെയ്തു. അതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 1 hour വെയിറ്റിംഗ് ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ടൈമിൽ ഞാനൊരു പെഡിക്യൂർ ചെയ്തു. ഞാൻ ചെയ്തത് ക്രീം ആൻഡ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു 800 വരുന്ന ഒരു പെഡിക്യൂറാണ് ചെയ്തത്. പെഡിക്യൂർ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. ഒരു നല്ലതായിട്ടിരുന്ന് കുറേ നേരം മസാജൊക്കെ ചെയ്തിട്ട് ചെയ്തു തന്നെ. ക്രീമൊക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം വെച്ചു. പെഡിക്യൂറിന് ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടാണ് അവർ പെഡിക്യൂറിൻ്റെ പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് എന്തെങ്കിലും ചെന്നപാടെ വെള്ളം വേണമെന്നൊക്കെ ചോദിച്ചു. വെള്ളമൊക്കെ തന്നു. അതിനുശേഷം ചായയൊക്കെ തന്നു കേട്ടോ. അവർ ഭയങ്കര സർവീസ് നല്ലതായിരുന്നു. യൂഷ്വലി അവരങ്ങനെ ചായ ഒന്നും കൊണ്ടു തരേണ്ട കാര്യമില്ല. തന്നില്ലെങ്കിലും നമുക്കിപ്പോൾ പാർലറിൽ നിന്ന് ചായ കിട്ടിയില്ലെന്നും പരാതി പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ തന്ന ചായയൊക്കെ കുടിച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂർ അടുത്തെടുത്തു ഈ പെഡിക്യൂറിൻ്റെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെയറിൽ ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്യാപ്പിട്ട് കവർ ചെയ്തേക്കാണ്. പിന്നെ പെഡിക്യൂറെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഫൈനൽ സ്റ്റേജാണ്. നെയിൽ പോളിഷൊക്കെ ഇട്ട് ഫൈനൽ സ്റ്റേജ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ക്രീമിൻ്റെ ജസ്റ്റ് അവരൊരു ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചീകി. അപ്പോൾ ആ ക്രീം എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റെല്ലാം ആ ചീപ്പിൽ വന്നു. അതൊരു ടിഷ്യൂവിൽ തുടച്ച് കളഞ്ഞു. അതിന് ശേഷം പിന്നെ അയൺ ചെയ്തെടുത്തു. അങ്ങനെയാണ് നമുക്ക് ചെയ്തത്. കുറേ പ്രോസസ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഹെയർ കളർ ഞാൻ ചെയ്തതല്ല കേട്ടോ. ഏകദേശം ഒരു വർഷം മുന്നേ ഞാൻ ഹെന്ന അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റെഡ് കളർ ഷെയ്ഡ് വരുമല്ലോ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് വിസിബിളായി വന്നാണ്. ഞാൻ നേരത്തെ നാനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലും ഇതിങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഭംഗിയാണ്, നമുക്ക് എക്സ്ട്രാ വേറെ പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ ഹെയർ കളറും കൂടെ കിട്ടുവാണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇവർ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ടൈം 6 to 8 months ആണ്. നമുക്ക് നോക്കാം. ഇങ്ങനെ ആയിരുന്നു നേരത്തെ എൻ്റെ ഹെയർ ഇരുന്നിട്ടുണ്ടായിരുന്നേ. ഒരു 1 year ആയിപ്പോൾ ഞാൻ നാനോപ്ലാസ്റ്റി ചെയ്തിട്ട്, എന്നിട്ട് പഴയപടി ആയതാണ്. അപ്പോൾ ഭയങ്കര ഡ്രൈ ആയിരുന്നു. പിന്നെ ഫ്രിസി ഹെയർ ആണ്. എൻ്റെ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ ബോട്ടോക്സ് ചെയ്തത്. ഏകദേശം 1 year നമുക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ആഫ്റ്റർ കെയർ പറഞ്ഞേക്കുന്ന ഒരു തന്നേക്കുന്ന ഒരു ഷാമ്പു ഉണ്ട്, കണ്ടീഷണർ ഉണ്ട്, പിന്നെ ഒരു ഹെയർ മാസ്ക് ഉണ്ട്. പിന്നെ വീക്കിലി 2 days ആണ് ഹെയർ വാഷ് പറഞ്ഞേക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 4 hours അടുത്തെടുത്തു.
എടുത്തിട്ടുണ്ട്. ഹെയർ അനുസരിച്ചിട്ടാണ് ടൈമിങ് വരുന്നത്. എൻ്റെ ചെയ്തത് 2 ആൾ കൂടിയിട്ടാണ്. അപ്പോൾ മാക്സിമം ടൈം കുറച്ചിട്ട് അവരാണെങ്കിൽ ഒരു 3.5 മണിക്കൂറും മിച്ചം സമയം എടുത്തു ഇത് ചെയ്ത് വരാനായിട്ട്. 7,000 ആയിരുന്നു പേയ്മെൻറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ അവിടെ എന്തോ ഓഫർ നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു പ്രൈസിൽ കിട്ടിയത്. ഇതാണ് എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് വരുന്നത്. നല്ല ഫ്രീസി ആയിരുന്നു, അതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സ്മൂത്ത് ടെക്സ്ചർ വന്നിട്ടില്ല. അതവർ പറഞ്ഞ് ഫസ്റ്റ് ഹെയർ വാഷിന് ശേഷമേ അത് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് ഇങ്ങനെ അഴിച്ചിട്ട് തന്നെയാണ് കിടന്നുറങ്ങി, അതിന് ശേഷമുള്ളതാണ്.